ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മുടെ പുതിയ ലവ് ബേർഡ്സിൻ്റെ കൂടാണ്. ലവ് ബേർഡ്സ് നമ്മൾ കുറേ ആയി വളർത്താൻ തുടങ്ങിയിട്ട്, പക്ഷെ നമുക്ക് കാര്യപ്പെട്ട് ഈ സാധനം ബ്രീഡ് ആയിട്ടില്ല. എല്ലാവരുടെയും വീട്ടിൽ വെറുതെ വിറ്റ് കഴിഞ്ഞാൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ലവ് ബേർഡ്സ്. പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടോ ലവ് ബേർഡ്സിൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ സാധനം ബ്രീഡാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ 2 വട്ടമാണ് ബ്രീഡായിട്ടുള്ളത്. ഇപ്പം മുട്ടയിടുന്നുണ്ട്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മുട്ടയിടുന്നുണ്ട്. അത് കുഞ്ഞ് വിരിയിക്കുന്നില്ല. എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ കൂട് വെക്കുന്ന പ്ലേസിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ, എന്താണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ബ്രീഡാക്കണം. ലവ് ബേർഡ്സും ഫിഞ്ചസും ബാക്കിയുള്ള സംഭവങ്ങൾ എങ്ങനെയെങ്കിലും നമ്മൾ ബ്രീഡാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട് മാറ്റുകയാണ്. അതായത് കുഞ്ഞു കൂട് നമ്മൾ പുതിയതായിട്ട് പൈസ ചിലവാക്കി വലിയ കൂടുകൾ അതിനു വേണ്ടി അടിച്ചിട്ട് പോലും അതാവുന്നില്ല. നമ്മളെന്ത് കാട്ടണം? അപ്പോൾ ഒന്നും കൂടെ പ്ലേസ് മാറ്റാൻ നോക്കണം. കുറച്ച് എന്താ പറയുക, ശല്യം ഇല്ലാതെ, ആളുകളുടെ ബഹളം ഇല്ലാതെ, എന്താ പറയുക, പുകയും ഇതൊന്നും തട്ടാതെ ഉള്ളൊരു ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ പഴയ കൺസിഡർ ഇത് നമ്മുടെ പഴയ കൂടാണ്, പഴയ കോഴിക്കൂടാണ്. കോഴിക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോഴികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന കോഴിക്കൂടാണ്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. ശാസ്ത്രീയപരമായി ഉണ്ടാക്കിയൊരു കോഴിക്കൂടാണെങ്കിൽ കൂടെ പേഴ്സണൽ പരമായിട്ട് എന്താ പറയുക, ഫോൾട്ട് പറ്റിയൊരു കോഴിക്കൂടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കോഴിക്കൂടുകൾ വാങ്ങുന്നത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മൾ മുട്ടക്കോഴികളെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം മുട്ട ഇവിടെ വരും, ഇവിടെ നിന്ന് കളക്ട് ചെയ്താണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇത് ഫുഡ് പാത്രം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അതുകൾക്ക് ബ്രീഡാവാനും നമ്മൾ വെളിയിൽ വെക്കുന്നതുകൊണ്ട് എന്താ പറയുക, തണുപ്പ് കാറ്റടിക്കുക, അതുപോലെ തന്നെ കാക്കകൾ വന്ന് കൊത്തുക, മുട്ടകൾ ഇവിടെ വന്ന് കൊത്തി പൊട്ടിക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടെന്ത് ഇതിലിരിക്കുന്ന സമയത്ത് ഈ കോഴിക്കൂട്. പിന്നെ നമ്മൾ മാറ്റിയിട്ട് പിന്നെ നമ്മുടെ പഴയ സെറ്റപ്പിലേക്ക് തന്നെ മാറ്റി. അപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു മുട്ട കോഴിക്കൂടാണ്, അല്ലെങ്കിൽ കോഴിക്കൂടാണ് ഇത്. അപ്പോൾ എന്താ പറയുക, ഉള്ളിൽ വളർത്തുന്നവർക്ക് ഓക്കെ, അതല്ലാതെ വളർത്തുന്നവർക്ക് ഞാനിത് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത് ഇപ്പോൾ ഈ കോഴിക്കൂടിൽ നമ്മളിപ്പോൾ കോഴിയെ ഇടുന്നില്ല, കംപ്ലീറ്റ് വെറുതെ കിടക്കണം. അപ്പോൾ നമ്മളിത് എന്തായിട്ടാണ് ഇത് കിളിക്കൂടാക്കി മാറ്റിയിരിക്കുകയാണ് മക്കാൻസരം. അപ്പോൾ നമ്മൾ അടിയിലെടുത്തിട്ടില്ല, മുകളിൽ മാത്രം നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ആയിരിക്കും ഫുഡ്, നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടില്ല, നമ്മൾ കിളിക്ക് വേണ്ടിയിട്ട് ഇതും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കിളിക്ക് ബ്രീഡിങ് വെച്ചിട്ടുണ്ട്. സാധാരണ കോക്ടൈലിൻ്റെ ഇതാണ് ഈ സംഭവങ്ങളും. ഇതൊക്കെ മറ്റേ ഇത്തിരി വലിയ കിളികളുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെയൊക്കെയാണ്. പക്ഷേ അവർ ബ്രീഡാവുകയാണെങ്കിൽ ബ്രീഡായിക്കോട്ടെ, വേണ്ട അവർക്ക് നമ്മൾ വലിയ കൂടാണ്, ഇപ്പോൾ വലിയ ബ്രീഡിംഗ് ബോക്സും കേജുകളാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന അതേപോലെ തന്നെ ഇപ്പുറത്തും 2 പാർട്ടീഷനാണുള്ളത്. ഇപ്പുറത്തും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ കിളികളിന് ഇട്ടാൽ മാത്രം മതി. മരം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരിത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ സംഭവങ്ങൾ. പിന്നെ ഈ കാണുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇത് നേരത്തെ ഇതിനിങ്ങനെ വെള്ളം പാസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ഇതിൽ വെള്ളം വെച്ച് കൊടുക്കും. പക്ഷെ കിളികൾക്ക് ഇതിന്ന് കൊത്തി കുടിക്കാൻ അറിയുമോ അറിയില്ല. അങ്ങനെ കൊത്തി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് തന്നെ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിളികളിലിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ റൂഫ് വരും. ആ റൂഫും കൂടെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ലവ് ബേർഡ്സിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1-2 ലവ് ബേർഡ്സിന് ഇട്ടിട്ടുണ്ട്. മൊത്തം 4 ലവ് ബേർഡ്സിന് ഇട്ടിട്ടുണ്ട്. 2 പേരാണ് ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടുള്ളത്. ഒരു പേര അവിടെ മുട്ടയിട്ട് കിടക്കേണ്ട, അത് വിരിയാണെങ്കിൽ വിരിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മളിവർ ബ്രീഡ് ആകുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാം. പിന്നെ ഇതിവിടെ പാർട്ടീഷൻ ഉണ്ടെങ്കിൽ കൂടെ ഇവർക്ക് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോവാട്ടോ. അടിയിൽ കൂടെ പോവാം, ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരാം വരാം. അപ്പോൾ രണ്ടതിന് അങ്ങോട്ട് ഇട്ടിപ്പോൾ വരണപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇതൊന്ന് ബ്രീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം. 2 സൈഡ് നമ്മൾ ലോക്ക് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളവും ഇതിൻ്റെ മുകളിൽ റൂഫ് വരും. റൂഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും പിന്നെ നമ്മളിത് എന്താണ് ബ്രീഡ് ആവാത്തതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ തെന മാത്രമാണ് കൊടുക്കുന്നത്. തെനയല്ലാതെ ലവ് ബേർഡ്സിന് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. തെനയും കൊടുക്കലുണ്ട്, കമ്പും കൊടുക്കലുണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, സപ്ലിമെൻ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. ഓക്കെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ.